കണ്ണൂരിൽ വീണ്ടും തെരുവുനായ ആക്രമണം. ഇന്ന് രാവിലെ 2 വയസ്സുള്ള കുട്ടിക്ക് അടക്കം 20ഓളം പേർക്ക് കടിയേറ്റു. കടിയേറ്റവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ 57 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ആദ്യം കടിയേറ്റ ആളുടെ വാക്കുകളിലേക്ക്. അന്ന് ബാക്കിന്ന് മറ്റേ ഒരൊറ്റ കടിയും കടിച്ചിട്ട് പിന്നെ പല്ലെടുക്കുന്നില്ല. പല്ലെടുക്കുന്നവർക്ക് ഇതേപോലെ കുടയുണ്ട്. കുടയൊക്കെ പൊട്ടിപ്പോയി, മുറിഞ്ഞു പോയി. കുടേനെ കൊണ്ട് ഞാൻ തിരിഞ്ഞിട്ട് കൊടുത്തവിടെ ഞാൻ ആ സ്ലിപ്പിൽ ഞാൻ വീണുപോയി, നിലത്ത് കൊണ്ട് നായി പിടിവിടുന്നില്ല. അതിൻ്റെ നായി പിന്നെ പിടിവിട്ടിട്ട് തന്നെ നേരെ ഓപ്പോസിറ്റായി വരുന്നു മൂത്തത്. അപ്പോൾ ഞാൻ കുടേനെ കൊണ്ട് 2-3 അടി അടിച്ച് കഴിഞ്ഞാൽ നായി എന്തോ ഒരു ഇതിൽ അങ്ങ് പോയി. നഗരമധ്യത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തെരുവുനായകൾ കൂട്ടത്തോടെ എത്തുന്നതിന് കാരണമാകുന്നതായി മേയർ മുസ്ലിഹ് മഠത്തിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതീവ ഗൗരവകരമായ വിഷയം കളക്ടറുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മേയർ ന്യൂസ് മലയാളത്തോട്. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വീണ്ടും പേപ്പട്ടിയുടെ ആക്രമണം ഉണ്ടായി എന്നറിയാൻ സാധിച്ചു. ആവശ്യമായ നടപടി രാവിലെ മുതൽ തന്നെ പട്ടിപിടുത്തക്കാർ 5ഓളം പട്ടിപിടുത്തക്കാർ കേന്ദ്രീകരിച്ച് പരിസരത്തുണ്ട്. കോർപ്പറേഷൻ്റെ സി ഡിവിഷൻ HI നിസാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം നമ്മുടെ ജീവനക്കാരും ഒരു ഭാഗത്തുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാന വിഷയം കൻ്റോൺമെൻറ്റ്, നഗരമധ്യത്തിൽ കൻ്റോൺമെൻറ്റ് ഭാഗത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് തെരുവ് നായകൾ ആ കേന്ദ്രങ്ങളിൽ കൂടാനും ബസ് സ്റ്റാൻഡ് പരിസരത്ത് വല്ലാത്ത രീതിയിൽ തെരുവ് നായകൾ ആക്രമണം ഉണ്ടാകാനും ഉള്ള ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വിവരങ്ങളുമായി സരീഷ് PK ആണ് നമുക്കൊപ്പം ചേരുന്നത്. സരീഷ് PK, 20ഓളം ആളുകൾക്കാണ് കടിയേറ്റത്. 2 വയസ്സുള്ള കുഞ്ഞിനടക്കം കടിയേറ്റിരിക്കുകയാണ്. ഇതൊരു നായയാണോ? കഴിഞ്ഞ 2 ദിവസമായി നായയുടെ അക്രമം വലിയ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു നായയാവാനുള്ള സാധ്യതയില്ല. കാരണം ഇന്നലെ 50ഓളം പേർക്ക് കടിയേറ്റിരുന്നു. അത് ഒരു നായയുടെ ഭാഗത്താണ് എന്നുള്ളത് കണ്ടെത്തുകയും അത് തന്നെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പലതവണമായി സംസാരിക്കുമ്പോൾ 2 മേഖലകളിൽ ഒരേ സമയം ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും അതോടൊപ്പം തന്നെ കൻ്റോൺമെന്റ് ഭാഗത്തും അങ്ങനെ 2 ആണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം കൂടുതൽ നായ്ക്കൾ തെരുവുനായകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനമായി പറയാനാകുന്നത്. എന്തായാലും ഇവരെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ വലിയ പ്രതിഷേധമായി നഗരസഭയിലേക്കും ഇലക്ഷൻ കോർപ്പറേഷനിലേക്കും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിരുന്നു. കാരണം നഗരസഭയുടെ പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ഇത് വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമല്ല, ഒപ്പം തന്നെ മാലിന്യ സംസ്കരണം കാര്യക്ഷമമല്ലാത്തതാണ് ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകാൻ കാരണം എന്ന ഈ വിമർശനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ ഈ ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തും കൻ്റോൺമെന്റ് ഭാഗത്തും ഈ പട്ടിപിടുത്തക്കാർ എത്തുകയും ഈ നായയെ പിടികൂടാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ 20ഓളം പേർക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ, താവക്കര ബസ് സ്റ്റാൻഡ്, ഒപ്പം കൻ്റോൺമെന്റ് ഏരിയ, ജില്ലാ ആശുപത്രി ഈ മേഖലകളിൽ വെച്ച് നായയുടെ ആക്രമണം ഉണ്ടായത്. സ്വാഭാവികമായും കൂടുതൽ നായ്ക്കൾ ഉണ്ടാകാം എന്നൊരു നിഗമനത്തിന്റെയാണ് വെറ്റിനറി അധികൃതരുള്ളത്. എന്തായാലും ഈ മുൻകരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷനും പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ശരി. PK സരീഷാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ.